നമ്മൾ ഈ ഭരണപക്ഷത്തെ പറ്റി എപ്പോഴും പറയാറുണ്ട്. ഇവിടെ ശരിക്കും ഒരു പ്രതിപക്ഷം ഉണ്ടോ? അതാണ് സംശയം. എനിക്ക് അതെ, എന്റെ സംശയം കൂടുതൽ ഓരോ ദിവസം കഴിയുന്നവരും കൂടിയാണ്. പ്രതിപക്ഷത്തും പ്രശ്നങ്ങൾ അത് തീർത്തിട്ട് വേണമല്ലോ ഭരണപക്ഷത്തിനെതിരെ തിരിയാൻ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, പ്രതിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരാൾ അരച്ച് കലക്കി കുടിച്ച് പഠിച്ച് തയ്യാറായി നിൽപ്പുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ. പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും നിരവധി വിഷയങ്ങൾ മുന്നിലുണ്ടായിട്ടും സ്വന്തം നിലപാടുകൾ പോലും വിശദീകരിക്കേണ്ട അവസ്ഥയിലാണ് ഇടതുപക്ഷം. സർക്കാരിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർത്താൻ കഴിയാതെ പോയ 100 ദിവസങ്ങൾ. ഇതിനിടെ ED റെയ്ഡ് മുതൽ പ്രതിപക്ഷ ഉപനേതൃ പദവി വരെയുള്ള തർക്കം വരെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം തന്നെ പ്രതിരോധത്തിലായി. വിവരങ്ങളുമായി ദിലീപ് കുറ്റിച്ചൽ ചേരുകയാണ്. ദിലീപ്, ഈ ഇടതുപക്ഷത്തിന് പ്രതികരിക്കാൻ അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ UDFനെതിരെ മാത്രമാണ് അവർ പ്രതികരിക്കാത്തത്, മറിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ പ്രതികരിക്കേണ്ട ഒരു വല്ലാത്ത ത്വരയാണ്. അതെന്തുകൊണ്ടാണ് ഈ കേരളത്തിലില്ലാത്തത്? കാരണം സ്വന്തമായി തന്നെ ന്യായീകരിക്കേണ്ട ഒരു നിലപാടിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഗതികേടിലാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷം ഉള്ളത്. അതുകൊണ്ടായിരിക്കുമോ? എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് മൂർച്ചയുള്ള നാവ് അത് ഈ UDF സർക്കാരിനെതിരെ ഉയർത്താൻ കഴിയാത്തത്? അശ്വതി, വിനോദ്, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് UDFന്റെ 100 ദിനങ്ങൾ എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ചെറിയൊരു പരിപാടി സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ വലിയൊരു ലേഖനം പോലും മുഖ്യമന്ത്രിയായ VD സതീശൻ എല്ലാ മാധ്യമങ്ങൾക്കും നൽകിയിരുന്നു. അതേസമയം അതോടൊപ്പം ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമാണ് ആ 100 ദിവസത്തെ LDFന്റെ പ്രതിപക്ഷ സ്ഥാനത്ത് എന്ത് ചെയ്തു എന്നടക്കമുള്ള കാര്യമാണ് ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ പ്രതിപക്ഷം ഒന്നും തന്നെ ചെയ്തില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് നമുക്കറിയാം, ആദ്യം വന്ന ഒരു വിഷയമാണ് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് സണ്ണി ജോസഫിന്റെ ഭാര്യയുടെ ഭർത്താവിനെ തങ്ങളുടെ പേഴ്സണൽ സെക്രട്ടറിയെ നിയമിച്ച ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലും പ്രതിപക്ഷം ശക്തമായ രീതിയിൽ സമരം നടത്തിയില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അതായത് പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ പരാജയം എന്നടക്കമുള്ള കാര്യങ്ങൾ ഒട്ടനവധി പ്രതിഷേധിക്കാനും അതുപോലെ തന്നെ പ്രതികരിക്കാനുമുള്ള ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും മുഖ്യ പ്രതിപക്ഷമായ ഇടതുപക്ഷത്തിന് യാതൊരുവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിച്ചില്ല എന്നാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പക്ഷേ അത് എന്തുകൊണ്ട് സംഘടിപ്പിച്ചില്ല? പ്രത്യേകിച്ച് നമുക്കറിയാം 2011-16 കാലഘട്ടത്തിൽ പോലും വളരെ ശക്തമായ രീതിയിലാണ് ഇടതുപക്ഷം പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പക്ഷേ ആ ഒരു ശക്തി ഇപ്പോൾ LDFന് ഇല്ലേ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇല്ലേ എന്നൊരു ചോദ്യം ഉയരുകയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് 2 ഉത്തരങ്ങളാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത്, ഇടതുപക്ഷത്തിനെ പ്രതിരോധിക്കുന്നതിനും പ്രതിഷേധിക്കുന്നതിനും പകരം തങ്ങളുടെ രാഷ്ട്രീയ പങ്കാളിത്തം, അതായത് ED കേസുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഈ ഇടതുപക്ഷം നിൽക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അവരെ പിന്തുണയ്ക്കേണ്ട സാഹചര്യങ്ങളിലാണ് എല്ലാ വാർത്താ സമ്മേളനങ്ങളും. പഴയ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ പോലും എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും വന്ന് പറയുന്നത് ED കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലെ ന്യായീകരണങ്ങൾ മാത്രമാണ്. എക്സാലോജിക്കിലെ വീണ വിജയൻ എന്തൊക്കെ ബന്ധമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഉപപ്രതിപക്ഷ സ്ഥാനം, അതായത് CPMന് കൊടുക്കണോ CPIക്ക് കൊടുക്കണമോ എന്നുള്ള വിഷയത്തിലാണ് ഈ ഇപ്പോൾ പ്രതിപക്ഷം നിൽക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും പ്രതിപക്ഷത്തിന് സമയം കിട്ടുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഭരണപക്ഷത്തെ എതിർക്കാനുള്ള ആ ഒരു ശക്തി ചോർന്നിരിക്കുന്നതും. ഇതൊരു വലിയൊരു പരാജയമായിരിക്കും. അത് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയൊരു പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം. അശ്വതി, വിനോദ്. യെസ്, പ്രതിപക്ഷത്ത് പോലും അനൈക്യം തുടരുകയാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായി, സ്വന്തം മുന്നണിയിലെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ അഴിമതി അല്ലെങ്കിൽ കെടുകാര്യസ്ഥ നടത്തുന്ന ഒരു ഭരണപക്ഷത്തിനെതിരെ അവർക്ക് നാവ് ഉയർത്താൻ കഴിയുന്നുള്ളതാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിലീപ് കുറ്റിച്ചൽ.